നവലിബറൽ നയങ്ങൾ മൂലം ഗ്രാമീണ ഇന്ത്യയിലുണ്ടായ കാർഷിക സാമ്പത്തിക തകർച്ചയുടെ ഫലമായുണ്ടായ നിർബന്ധിത കുടിയേറ്റത്തെ ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ ഉൾക്കൊള്ളാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിദ്വേഷത്തിലോ പ്രാദേശികവാദത്തിലോ അധിഷ്ഠിതമായ വലതുപക്ഷ സാമ്പത്തിക യുക്തികൾക്ക് കീഴടങ്ങുകയല്ല കേരളം ചെയ്യേണ്ടത്. റിവേഴ്സ് റെമിറ്റൻസ്, സാമ്പത്തിക മിഥ്യകളും മാക്രോ എക്കണോമിക് യാഥാർത്ഥ്യവും. റിസാല അപ്ഡേറ്റ്. മുഹമ്മദ് ഫവാസ് കെ എഴുതുന്നു. സമകാലീന കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ ഏറ്റവും നിർണായകമായ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ അഥവാ അതിഥി തൊഴിലാളികളുടെ സജീവ സാന്നിധ്യം. ദശാബ്ദങ്ങളായി ആഗോള പ്രവാസത്തിലൂടെ ഗൾഫ് മൈഗ്രേഷൻ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ ഒരു മണി ഓർഡർ എക്കണോമിയായി നിലനിർത്തിയ ചരിത്രമാണ് കേരളത്തിനുള്ളത്. എന്നാൽ ഇതേ കേരളം ഇന്ന് ഇന്ത്യയിലെ മറ്റ് പിന്നാക്ക ഗ്രാമങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ പ്രധാന അഭയ കേന്ദ്രവും ജീവിത മാർഗവുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടുത്തിടെ ഉയർന്നു വന്ന റിവേഴ്സ് റെമിറ്റൻസ്, മൂലധന ചോർച്ച എന്ന വാദം കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നത്. അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് വലിയ തോതിൽ പണം സ്വന്തം നാട്ടിലേക്ക് കടത്തുന്നുവെന്നും ഇത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുവെന്നുമാണ് ഈ വാദത്തിൻ്റെ കാതൽ. തൊഴിലാളിയെ പണം കടത്തുന്ന ഒരു സാമ്പത്തിക ഘടകമായി മാത്രം കാണുന്ന മുതലാളിത്ത നിയോ ലിബറൽ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാദം നിലകൊള്ളുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സിൻ്റെയും പൊളിറ്റിക്കൽ എക്കണോമിയുടെയും ആഴത്തിലുള്ള വിശകലനത്തിലൂടെ മാത്രമേ ഈ പ്രതിഭാസത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കൂ. ഒരു വശത്ത് കേരളത്തിലെ പ്രാദേശിക ജനസംഖ്യാ വ്യതിയാനവും ഉയർന്ന സാക്ഷരതയും സൃഷ്ടിച്ച കായികാധ്വാന ക്ഷാമത്തെ പരിഹരിക്കുന്നത് ഈ തൊഴിലാളികളാണ്. മറുവശത്ത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അധ്വാനത്തിൻ്റെ മൂല്യ സിദ്ധാന്തം ലേബർ തിയറി ഓഫ് വാല്യൂ വ്യക്തമാക്കുന്നത് പോലെ കേരളത്തിലെ ഭൗതിക ആസ്തികളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിച്ചുകൊണ്ട് ഇവിടത്തെ സമ്പദ് വ്യവസ്ഥയിൽ വൻതോതിൽ അധിക മൂല്യം നിക്ഷേപിക്കുന്നതും ഇവരാണ്. കേരളത്തിൻ്റെ തൊഴിൽ വിപണി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും സവിശേഷവുമായ ഒരു പരിണാമത്തിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. പരമ്പരാഗത കാർഷിക വ്യവസായ മേഖലകളിൽ അധിഷ്ഠിതമായിരുന്ന കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഘടനാപരമായ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഉൽപാദന മേഖലയ്ക്ക് ആനുപാതികമായ വളർച്ചയുണ്ടാകാതെ തന്നെ സേവന മേഖല വൻതോതിൽ വികസിച്ച ഒരു വിചിത്രമായ സാമ്പത്തിക വളർച്ചാ മാതൃകയാണ് കേരളത്തിൻ്റേത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പൊതുവായി കണ്ടുവരുന്ന അകാല സേവനവൽക്കരണത്തിൻ്റെ ഭാഗം തന്നെയാണ് കേരളത്തിലുണ്ടായത് എന്നതിനാൽ ഉപരിപ്ലവമായി നോക്കുമ്പോൾ ഇതൊരു ദേശീയ പ്രതിഭാസമായി തോന്നാം. എന്നാൽ കേരളത്തിൻ്റെ സവിശേഷമായ സാമൂഹിക സാഹചര്യങ്ങളും ഉപഭോഗ സംസ്കാരവും ഈ മാറ്റത്തെ ഇന്ത്യയുടെ പൊതുപശ്ചാത്തലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു തലത്തിലേക്ക് എത്തിച്ചു. ഇന്ത്യയിൽ മൊത്തത്തിൽ സേവന മേഖല വളരുമ്പോഴും കടുത്ത ദാരിദ്ര്യവും കുറഞ്ഞ വിദ്യാഭ്യാസ നിരക്കും കാരണം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ജനങ്ങൾ കുറഞ്ഞ കൂലിക്ക് ഏത് കായികാധ്വാന ജോലികളും ചെയ്യാൻ നിർബന്ധിതരാകുന്നുണ്ട്. അവിടെ പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയാണ്. എന്നാൽ കേരള മാതൃക വികസനം വഴി സാധ്യമായ ഉയർന്ന സാക്ഷരതയും സാർവത്രിക വിദ്യാഭ്യാസവും മികച്ച ജീവിത നിലവാരവും ജനങ്ങളുടെ തൊഴിൽ അഭിലാഷങ്ങളിൽ വലിയൊരു മാറ്റം വരുത്തി. വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറ സ്വാഭാവികമായും അൺസ്കിൽഡ് അല്ലെങ്കിൽ സെമി സ്കിൽഡ് ആയ കായികാധ്വാന ജോലികളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറി. ഉയർന്ന യോഗ്യതയുള്ള മലയാളി യുവാക്കൾ വൈറ്റ് കോളർ ജോലികൾ മാത്രം ആഗ്രഹിക്കുകയും
അതില്ലാത്തവർ ഗൾഫ് രാജ്യങ്ങളിലേക്കോ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കോ കുടിയേറുകയും ചെയ്തു. ഫലത്തിൽ കേരളത്തിൽ ഉണ്ടായത് കേവലമായ തൊഴിലില്ലായ്മയല്ല, മറിച്ച് വിദ്യാസമ്പന്നരുടെ തൊഴിലില്ലായ്മയും കായികാധ്വാനത്തോടുള്ള വൈമുഖ്യവുമാണ്. ബാംഗ്ലൂരുവോ ഹൈദരാബാദോ പോലുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ സേവന മേഖല വളർന്നപ്പോൾ അത് വലിയ തോതിൽ ആഭ്യന്തര വരുമാനം ഉൽപ്പാദിപ്പിക്കുന്ന IT കോർപ്പറേറ്റ് സേവനങ്ങളിലാണ് അധിഷ്ഠിതമായിരുന്നത്. എന്നാൽ കേരളത്തിൻ്റെ സേവന മേഖല പ്രധാനമായും വിദേശ പണത്തിൻ്റെ ഒഴുക്കിനെ ആശ്രയിച്ചുള്ള ഒരു ഉപഭോഗാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ്. ഗൾഫിൽ നിന്ന് വരുന്ന പണം കൊണ്ട് ഇവിടെ ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ, മാളുകൾ, ടെക്സ്റ്റൈൽസ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ തഴച്ചു വളർന്നു. എന്നാൽ ഇതിനാവശ്യമായ സിമൻറ്റോ വസ്ത്രങ്ങളോ ഭക്ഷ്യ സാധനങ്ങളോ ഒന്നും കേരളം ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ സവിശേഷമായ സാഹചര്യം കേരളത്തിനകത്ത് നിർമ്മാണം, കൃഷി, ചെറുകിട ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ കനത്ത തൊഴിലാളി ക്ഷാമവും ഘടനാപരമായൊരു വലിയ ശൂന്യതയും സൃഷ്ടിച്ചു. വിദേശ പണത്തിൻ്റെ ഒഴുക്കിലൂടെ നിർമ്മാണ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വൻ ഡിമാൻഡ് ഉണ്ടായപ്പോൾ അത് ഭൗതികമായി നിർമ്മിച്ചെടുക്കാൻ കേരളത്തിനകത്ത് തൊഴിലാളികൾ ഇല്ലാത്ത അവസ്ഥ വന്നു. ഈ ഘടനാപരമായ ശൂന്യതയാണ് അതിഥി തൊഴിലാളികളുടെ വരവോടെ പരിഹരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലാത്ത വിധം ഉയർന്ന പ്രതിദിന വേതന നിരക്ക് നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഉൽപാദനക്ഷമത കൂടിയത് കൊണ്ടല്ല ഈ വേതന കൂടുതൽ ഉണ്ടായത്, മറിച്ച് ശക്തമായ ട്രേഡ് യൂണിയൻ ഇടപെടലുകളും ഗൾഫ് പണത്തിൻ്റെ സാന്നിധ്യവും നിമിത്തമാണ്. പശ്ചിമ ബംഗാൾ, ബീഹാർ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ വിപണിയിൽ ലഭിക്കുന്ന വേതനത്തിൻ്റെ 3-4 ഇരട്ടിയാണ് കേരളത്തിൽ ഒരു സാധാരണ തൊഴിലാളിക്ക് ലഭിക്കുന്നത്. ഈ വൻതോതിലുള്ള വേതന വ്യത്യാസമാണ് ദശലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികൾക്ക് കേരളത്തെ ഒരു ഭാരതീയ ഗൾഫ് ആക്കി മാറ്റിയ പ്രധാന സാമ്പത്തിക ചാലക ശക്തി. ഇന്ത്യയിലാകെ സംഭവിച്ച അകാല സേവനവൽക്കരണത്തിൻ്റെ പൊതു സ്വഭാവം പങ്കിടുമ്പോഴും കേരളത്തിൻ്റെ സവിശേഷമായ ഉപഭോഗ സംസ്കാരവും ഉയർന്ന വേതന ഘടനയും കാരണം രൂപപ്പെട്ട സവിശേഷമായ തൊഴിൽ ശൂന്യത നികത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ തകരാതെ കാത്തു സൂക്ഷിക്കുന്നത് അതിഥി തൊഴിലാളികളാണ്. അതിഥി തൊഴിലാളികൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കേവലം വേതനത്തിൻ്റെയും കറൻസി ഒഴുക്കിൻ്റെയും മാത്രം അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് ഉപരിപ്ലവമായൊരു സമീപനമായിരിക്കും. ഈ പ്രതിഭാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാൾ മാർക്സിൻ്റെ പ്രസിദ്ധമായ അധ്വാനത്തിൻ്റെ മൂല്യ സിദ്ധാന്തവും ലേബർ തിയറി ഓഫ് വാല്യൂ, അധിക മൂല്യം സങ്കല്പവും ഉപയോഗിക്കുന്നത് കൂടുതൽ വ്യക്തത നൽകും. മാർക്സിയൻ സാമ്പത്തിക ശാസ്ത്രപ്രകാരം വിപണിയിലെ മൂലധനമോ സാങ്കേതിക വിദ്യയോ അല്ല യഥാർത്ഥ മൂല്യം സൃഷ്ടിക്കുന്നത്, മറിച്ച് തൊഴിലാളികളുടെ കായികവും മാനസികവുമായ അധ്വാനമാണ്. ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ യഥാർത്ഥ മൂല്യം നിർണ്ണയിക്കുന്നത് അതിനായി തൊഴിലാളി ചെലവഴിച്ച അധ്വാന സമയമാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതിഥി തൊഴിലാളികൾ കേരളത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയല്ല, മറിച്ച് തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് കേരളത്തിൻ്റെ ആകെ മൂല്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് അധിക മൂല്യത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രം പ്രസക്തമാകുന്നത്. ഒരു തൊഴിലാളി തൻ്റെ തൊഴിൽ സമയത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ മൂല്യവും അവന് വേതനമായി തിരികെ ലഭിക്കുന്ന മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അധിക മൂല്യം. മുതലാളിത്ത വ്യവസ്ഥയിൽ ഈ അധിക മൂല്യം എപ്പോഴും മുതലാളിയുടെ ലാഭമായി മാറുകയും അത് ആ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്ക് ഇവിടെ ഉയർന്ന വേതനം ലഭിക്കുന്നുണ്ടെന്ന് വസ്തുതയാണെങ്കിൽ പോലും അവർക്ക് ലഭിക്കുന്ന ആ കൂലിയേക്കാൾ എത്രയോ ഇരട്ടി മൂല്യമുള്ള ഭൗതിക ആസ്തികളാണ് അവർ ഇവിടെ നിർമ്മിക്കുന്നത്. അവർ പണിതുയർത്തുന്ന ആധുനിക ഫ്ലാറ്റുകളും മാളുകൾ, റോഡുകൾ, പാലങ്ങൾ, പൊതു ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെല്ലാം ഈ അധിക മൂല്യത്തിൻ്റെ ഭൗതിക രൂപങ്ങളാണ്.
തൊഴിലാളികൾ തങ്ങളുടെ വേതനവുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർ തങ്ങളുടെ അധ്വാനത്തിലൂടെ സൃഷ്ടിച്ച വലിയൊരു സാമ്പത്തിക മൂല്യവും ആസ്തികളും കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ സ്ഥിരമായി ഉപേക്ഷിച്ചു പോകുന്നു. ഫലത്തിൽ ഈ സാമ്പത്തിക ഇടപാടിലൂടെ യഥാർത്ഥ ലാഭം കൊയ്യുന്നത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ്. തൊഴിലാളിയെ കേവലം ഒരു ചരക്കായി മാത്രം കാണുന്ന മുതലാളിത്ത യുക്തിക്ക് ഈ മൂല്യനിർമ്മാണം ദൃശ്യമാകില്ല. പണം പുറത്തേക്ക് പോകുന്നു എന്ന് ആശങ്കപ്പെടുന്നവർ ആ പണത്തിന് പകരമായി ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ശാശ്വതമായ ഭൗതിക മൂലധനത്തെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അതിഥി തൊഴിലാളികളുടെ കായിക ശക്തി കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായ മേഖലകളിൽ വൻതോതിൽ മൂലധന സഞ്ചയനം സാധ്യമാക്കുന്നു. വേതനമെന്നത് അവർ ചെയ്ത പണിക്ക് നിയമപരമായി അവർക്ക് അവകാശപ്പെട്ട പ്രതിഫലം മാത്രമാണ്. എന്നാൽ അവർ ഇവിടെ നിർമ്മിക്കുന്ന റോഡും കെട്ടിടവും വരും തലമുറകൾക്ക് കൂടിയുള്ള ആസ്തികളായി കേരളത്തിൽ തന്നെ അവശേഷിക്കുന്നു. അധ്വാനത്തിൻ്റെ മൂല്യ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് സമ്പത്ത് കടത്തുകയല്ല, മറിച്ച് തങ്ങളുടെ ചോരയും നീരും നൽകി കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിടുകയാണ് എന്ന് വ്യക്തമാകും. അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് വലിയ തോതിൽ പണം സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നുണ്ടെന്നും ഈ റിവേഴ്സ് റെമിറ്റൻസ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുന്നുവെന്നുമുള്ള വാദം ഉപരിപ്ലവം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്തതുമാണ്. നവലിബറൽ യുക്തിയെയും പ്രാദേശികവാദത്തെയും മുൻനിർത്തി നിർമ്മിക്കപ്പെട്ട ഈ നരേഷൻ എത്രത്തോളം പൊള്ളയാണെന്ന് മാക്രോ എക്കണോമിക്സിൻ്റെയും പൊളിറ്റിക്കൽ എക്കണോമിയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമപ്രകാരം വേതനം എന്നത് ഒരു തൊഴിലാളി തൻ്റെ കായികാധ്വാനം വിറ്റതിന് പകരമായി നേടുന്ന ന്യായമായ പ്രതിഫലമാണ്. ആ വേതനത്തിന്മേൽ പൂർണ്ണമായ പരമാധികാരം തൊഴിലാളിക്കാണ്. കഠിനാധ്വാനം ചെയ്തു നേടിയ ആ പണം എവിടെ ചിലവഴിക്കണം, ആർക്ക് അയക്കണം എന്ന് തീരുമാനിക്കേണ്ടത് തൊഴിലാളി തന്നെയാണ്. അതിനെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നഷ്ടമായി ചിത്രീകരിക്കുന്നത് മുതലാളിത്തത്തിൻ്റെ അങ്ങേയറ്റത്തെ ചൂഷണ മനസ്സിനെയാണ് കാണിക്കുന്നത്. കോർപ്പറേറ്റുകൾ വലിയ ലാഭം കൊയ്യുമ്പോൾ അതിനെ വികസനം എന്ന് വിളിക്കുകയും പാവപ്പെട്ട തൊഴിലാളി തൻ്റെ ചോര നീരാക്കി ഉണ്ടാക്കിയ പണം സ്വന്തം കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ നാട്ടിലേക്ക് അയക്കുമ്പോൾ അതിനെ മൂലധന ചോർച്ച എന്ന് വിളിക്കുകയും ചെയ്യുന്നതിൽ കടുത്ത വർഗവിവേചനം അടങ്ങിയിട്ടുണ്ട്. വലിയ കോർപ്പറേറ്റുകൾ നടത്തുന്ന നികുതി വെട്ടിപ്പുകളെയും മൂലധന ചോർച്ചയെയും ചോദ്യം ചെയ്യാത്തവർ പാവപ്പെട്ടവൻ്റെ അതിജീവനത്തിൻ്റെ പണത്തെ കുറ്റപ്പെടുത്തുന്നത് ഇരട്ടത്താപ്പാണ്. രണ്ടാമതായി, ഈ വാദത്തിന് പിന്നിൽ കടുത്ത മാക്രോ എക്കണോമിക്സ് വൈരുദ്ധ്യവും ഇരട്ടത്താപ്പും നിലനിൽക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ മലയാളികൾ അയക്കുന്ന പ്രവാസ പണത്തിൻ്റെ കരുത്തിലാണ് കേരളം ഇന്നത്തെ മികച്ച ജീവിത നിലവാരവും ഉപഭോഗ സംസ്കാരവും കെട്ടിപ്പടുത്തത്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ വികസന ഇന്ധനമായി കാണുകയും അതേസമയം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി പണിയെടുക്കുന്നവർ സ്വന്തം നാട്ടിലേക്ക് പണമയക്കുമ്പോൾ അത് സാമ്പത്തിക പ്രതിസന്ധിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് യുക്തിരഹിതമാണ്. സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ചാൽ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്ന ആകെ തുക വിദേശങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആകെ പ്രവാസി പണത്തിൻ്റെ 20% താഴെ മാത്രമാണ്. അതിലുപരിയായി ഇന്ത്യ ഒരു ഏകീകൃത സാമ്പത്തിക വിപണിയാണ്. പണത്തിൻ്റെയും മനുഷ്യ വിഭവശേഷിയുടെയും സ്വതന്ത്രമായ ഒഴുക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ്. ഒരു മലയാളിക്ക് ഇന്ത്യയിൽ എവിടെയും പോയി ജോലി ചെയ്യാനും സമ്പാദിക്കാനും അവകാശമുള്ളതുപോലെ തന്നെ തുല്യമായ അവകാശം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമുണ്ട്. മൂന്നാമതായി, അതിഥി തൊഴിലാളികൾ പണം മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന വാദം വസ്തുതാപരമായി തെറ്റാണ്.
അവർ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിനായി അതായത് ഭക്ഷണം, താമസം, വസ്ത്രം, മൊബൈൽ റീചാർജ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നല്ലൊരു തുക കേരളത്തിൽ തന്നെ ചെലവഴിക്കുന്നുണ്ട്. ഈ ആഭ്യന്തര ഉപഭോഗം പ്രാദേശിക വിപണിയെ സജീവമാക്കുകയും GST വഴി സംസ്ഥാന സർക്കാരിൻ്റെ പരോക്ഷ നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിപണിയിലെ ഗുണനഫലം, മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് വിളിക്കാം. ഏറ്റവും പ്രധാനമായി അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് അയക്കുന്ന കറൻസി നോട്ടുകൾ മാത്രമാണ്. എന്നാൽ അതിന് പകരമായി അവർ കേരളത്തിൽ അവശേഷിപ്പിച്ചു പോകുന്നത് കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള വീടുകൾ, ആധുനിക റോഡുകൾ, പാലങ്ങൾ, വൻകിട കെട്ടിടങ്ങൾ തുടങ്ങിയ ശാശ്വതമായ ഭൗതിക മൂലധനമാണ്. തൊഴിലാളി തൻ്റെ സമ്പാദ്യവുമായി ജന്മനാട്ടിലേക്ക് മടങ്ങിയാലും അവർ നിർമ്മിച്ച ആ ആസ്തിയുടെ യഥാർത്ഥ മൂല്യം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ എന്നേക്കുമായി അവശേഷിക്കുന്നു. അതിഥി തൊഴിലാളികൾ കേരളത്തെ ദരിദ്രമാക്കുകയല്ല, മറിച്ച് തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനക്ഷമതയും GDPയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ റിവേഴ്സ് റെമിറ്റൻസ് വാദം സാമ്പത്തിക ശാസ്ത്രപരമായി തികച്ചും പൊള്ളയാണെന്ന് വ്യക്തമാകുന്നു. കേരളത്തിലേക്കുള്ള അതിഥി തൊഴിലാളികളുടെ വരവിനെ കേവലം വ്യക്തിപരമായ തൊഴിൽ അന്വേഷണങ്ങളായോ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായുള്ള സാധാരണ കുടിയേറ്റമായോ മാത്രം കാണുന്നത് ചരിത്ര വിരുദ്ധമായിരിക്കും. ആഗോളതലത്തിലും ദേശീയ തലത്തിലും അടിച്ചേൽപ്പിക്കപ്പെട്ട നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ആഘാത ഫലമായി ഗ്രാമീണ ഇന്ത്യയിലുണ്ടായ കടുത്ത പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വേണം ഈ പ്രതിഭാസത്തെ വിലയിരുത്താൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ അതിജീവനത്തിനായുള്ള നിർബന്ധിത കുടിയേറ്റം, ഡിസ്ട്രസ് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നു. 1990കളുടെ തുടക്കം മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്ന ആഗോളവൽക്കരണ, സ്വകാര്യവൽക്കരണ നയങ്ങൾ സബ്സിഡികൾ വെട്ടിക്കുറച്ചുകൊണ്ടും വിപണിയെ വൻകിട കോർപ്പറേറ്റുകൾക്കായി തുറന്നുകൊടുത്തുകൊണ്ടും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കി. വിത്തുകൾ, വളം, കീടനാശിനികൾ എന്നിവയുടെ വില കുതിച്ചുയരുകയും ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ തറവില ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെ കൃഷി കനത്ത നഷ്ടമായി മാറി. കടക്കണിയിലായ ദശലക്ഷക്കണക്കിന് ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളും സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. വൻകിട മൂലധന നിക്ഷേപങ്ങളും കോർപ്പറേറ്റ് കേന്ദ്രീകൃതമായ യന്ത്രവൽക്കരണവും ഗ്രാമീണ മേഖലയിലെ പരമ്പരാഗത കൈത്തൊഴിലുകളും കുടിൽ വ്യവസായങ്ങളെയും പൂർണ്ണമായി തകർത്തു. കേന്ദ്ര സർക്കാരുകളുടെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളെ കടുത്ത തൊഴിലില്ലായ്മയിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിട്ടു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കുള്ള ഫണ്ട് ഭരണകൂടങ്ങൾ വെട്ടിച്ചുരുക്കുകയും ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. ഈ സാഹചര്യത്തിൽ സ്വന്തം ജന്മനാട്ടിൽ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ ദരിദ്രരും ഭൂരഹിതരുമായ ദശലക്ഷക്കണക്കിന് മനുഷ്യർ നഗരങ്ങളിലേക്കും മറ്റ് വികസിത സംസ്ഥാനങ്ങളിലേക്കും പലായനം ചെയ്യാൻ നിർബന്ധിതരായി. ഇത് കേവലം സ്വമേധയാ ഉള്ള കുടിയേറ്റമല്ല, മറിച്ച് മുതലാളിത്ത വ്യവസ്ഥിതി അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച കഠിനമായൊരു അതിജീവന സമരമാണ്. നവലിബറലിസം ഇന്ത്യയിൽ സൃഷ്ടിച്ച പ്രാദേശിക അസമത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജനസംഖ്യ ഒഴുക്ക്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നവലിബറലിസം പൂർണ്ണമായും ആധിപത്യം ഉറപ്പിച്ചപ്പോൾ ശക്തമായ ഇടതുപക്ഷ ക്ഷേമരാഷ്ട്ര നയങ്ങളിലൂടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെയും കേരളം ഒരു ബദൽ സാമ്പത്തിക അന്തരീക്ഷം നിലനിർത്തിപ്പോന്നു. ഈ ചരിത്രപരമായ പ്രത്യേകതയാണ് കേരളത്തെ അതിഥി തൊഴിലാളികളുടെ പ്രധാന അഭയ കേന്ദ്രമാക്കി മാറ്റിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിലാളികൾ കടുത്ത ചൂഷണത്തിനിരയാകുമ്പോൾ കേരളം അവർ അന്തസ്സുള്ള വേതനവും ഒരു പരിധിവരെ സാമൂഹിക സുരക്ഷയും ഉറപ്പു നൽകുന്നു. കോർപ്പറേറ്റ് മുതലാളിത്തം ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ കിഴക്കൻ ഗ്രാമങ്ങളിൽ സൃഷ്ടിച്ച കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും തൊഴിലില്ലായ്മയിൽ നിന്നും ഇന്ത്യൻ തൊഴിലാളി വർഗം കണ്ടെത്തുന്ന രാഷ്ട്രീയ സാമ്പത്തിക രക്ഷപ്പെടലാണ് കേരളത്തിലേക്കുള്ള ഈ പ്രവാഹം. അതുകൊണ്ട് തന്നെ ഇവർ കേരളത്തിൽ നിന്ന് പണം കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള മുതലാളിത്ത ആധി നവലിബറലിസം മൂലമുണ്ടായ
ഈ വലിയ സാമൂഹിക പ്രതിസന്ധിയെ മൂടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമം കൂടിയാണ്. അതിഥി തൊഴിലാളികളുടെ സാന്നിധ്യം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അവരുടെ സാമ്പത്തിക സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിലും അവരുടെ സമ്പാദ്യം സംസ്ഥാനത്തിനകത്ത് തന്നെ ചലനാത്മകമാക്കുന്നതിലും ചില വലിയ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞർ എന്ന നിലയിൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നവലിബറൽ വിപണി യുക്തികൾക്ക് പകരമായി തൊഴിലാളി പക്ഷത്തൂന്നിയ മാക്രോ സോഷ്യൽ നയങ്ങളാണ് രൂപീകരിക്കേണ്ടത്. അതായത് തൊഴിലാളി പക്ഷത്തൂന്നിയ മാക്രോ സോഷ്യൽ നയം രൂപീകരിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിഥി തൊഴിലാളികളുടെ സാമ്പത്തിക ഏകീകരണമാണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. നിലവിൽ ഇവർ സമ്പാദിക്കുന്ന പണം ഔദ്യോഗിക ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് പുറത്തുള്ള വഴികളിലൂടെയോ അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങളിലെ ബാങ്കുകളിലേക്കോ ആണ് നേരിട്ട് അയക്കുന്നത്. ഇതിന് പകരമായി അതിഥി തൊഴിലാളികളുടെ സമ്പാദ്യം കേരളത്തിലെ ശക്തമായ സഹകരണ ബാങ്കിംഗ് ശൃംഖലകളിലോ അല്ലെങ്കിൽ സർക്കാർ മേൽനോട്ടത്തിലുള്ള പ്രത്യേക ചിട്ടി സമ്പാദ്യ പദ്ധതികളിലോ നിക്ഷേപിക്കാൻ തക്കവണ്ണമുള്ള ആകർഷകമായ സ്കീമുകൾ ആവിഷ്കരിക്കണം. ഇത് തൊഴിലാളികളുടെ പണത്തിന് ഉയർന്ന സുരക്ഷിതത്വം നൽകുന്നതോടൊപ്പം ആ മൂലധനം കേരളത്തിൻ്റെ വിപണിയിൽ തന്നെ താൽക്കാലികമായെങ്കിലും നിലനിർത്താനും അതുവഴി സംസ്ഥാനത്തെ കാർഷിക ചെറുകിട വ്യവസായങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകാനും സഹായിക്കും. രണ്ടാമതായി, കോർപ്പറേറ്റ് മാതൃകയിലുള്ള ലാഭക്കണ്ണോടെയല്ലാതെ ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ അതിഥി തൊഴിലാളികൾക്കായി യൂണിവേഴ്സൽ സോഷ്യൽ സെക്യൂരിറ്റി അഥവാ സാർവത്രിക സാമൂഹിക സുരക്ഷ ഉറപ്പാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനം പൊതുപാർപ്പിടങ്ങളുടെ നിർമ്മാണമാണ്. നിലവിൽ തൊഴിലാളികൾ തങ്ങളുടെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് മോശം സാഹചര്യങ്ങളുള്ള സ്വകാര്യ വാടക മുറികൾക്കായി ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരമായി സർക്കാർ മേൽനോട്ടത്തിൽ കുറഞ്ഞ ചെലവിൽ മികച്ച സൗകര്യങ്ങളുള്ള ലേബർ ക്യാമ്പുകളും പൊതുപാർപ്പിടങ്ങളും നിർമ്മിച്ച് നൽകണം. ഇതോടൊപ്പം സൗജന്യ പൊതുജനാരോഗ്യം, തൊഴിൽ സ്ഥലങ്ങളിലെ സുരക്ഷാ ഇൻഷുറൻസ്, അവരുടെ കുട്ടികൾക്കായി പൊതുവിദ്യാലയങ്ങളിൽ പ്രത്യേക ഭാഷാ പഠന സൗകര്യങ്ങൾ എന്നിവയും വിപുലീകരിക്കണം. ഈ സാമൂഹിക നിക്ഷേപങ്ങൾ കേവലമൊരു സൗജന്യമല്ല, മറിച്ച് സംസ്ഥാനത്തിൻ്റെ ആകെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ദീർഘകാല മൂലധന നിക്ഷേപമാണ്. മൂന്നാമതായി, വിവേചനരഹിതമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുകയും തൊഴിലാളികൾക്ക് കുടുംബസമേതം കേരളത്തിൽ സ്ഥിരതാമസമാക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ശാശ്വതമായ പോളിസി നിർദ്ദേശം. ആഗോളതലത്തിൽ ദുബായ് പോലുള്ള ഓപ്പൺ എക്കണോമി മാതൃകകൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു ഭരണകൂടം കുടിയേറ്റ തൊഴിലാളികളെ താൽക്കാലിക വേലക്കാരായി കാണാതെ അവരുടെ കുടുംബത്തെ കൂടി സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നേട്ടമുണ്ടാകും. അതിഥി തൊഴിലാളികൾ തങ്ങളുടെ കുടുംബത്തെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവരികയും ഇവിടുത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരുടെ വരുമാനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിൻ്റെ ഉപഭോഗം, വസ്ത്രം, ആരോഗ്യം എന്നിവക്കായി കേരളത്തിലെ വിപണിയിൽ തന്നെ ചെലവഴിക്കപ്പെടും. ഇത് റിവേഴ്സ് റെമിറ്റൻസ് എന്ന ആശങ്കയെ സ്വാഭാവികമായി തന്നെ ഇല്ലാതാക്കും. മലയാളിയെന്നോ ഇതര സംസ്ഥാനക്കാരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ തൊഴിലാളി ഐക്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഇത്തരം നയങ്ങൾ മാത്രമേ കേരള മാതൃകയെ കൂടുതൽ ശക്തമാക്കൂ. അതിഥി തൊഴിലാളികളും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ സാമ്പത്തിക വിശകലനങ്ങൾ എത്തിച്ചേരുന്നത് റിവേഴ്സ് റെമിറ്റൻസ് എന്ന ആശങ്കയുടെ പൊള്ളത്തരത്തിലേക്കാണ്. കഠിനാധ്വാനത്തിലൂടെ സ്വന്തമാക്കുന്ന വേതന ദരിദ്ര കുടുംബങ്ങളുടെ അതിജീവനത്തിനായി നാട്ടിലേക്ക് അയക്കുന്നത് ഒരു സാമ്പത്തിക കുറ്റകൃത്യമല്ല, മറിച്ച് മുതലാളിത്ത വ്യവസ്ഥിതിയിൽ തൊഴിലാളിയുടെ അന്തസ്സും അവകാശവുമാണ്. വിദേശത്തു നിന്നുള്ള പ്രവാസി പണത്തെ വികസനത്തിൻ്റെ അടയാളമായി കാണുകയും അതേസമയം രാജ്യത്തിനകത്തുള്ള തൊഴിലാളികളുടെ സമ്പാദ്യത്തെ ബാധ്യതയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് മാക്രോ എക്കണോമിക് തലത്തിൽ കടുത്ത ഇരട്ടത്താപ്പാണ്. അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് പണം കൊണ്ടുപോകുന്നു എന്ന് നിലവിളിക്കുന്നവർ
അതിനു പകരമായി അവർ ഇവിടെ സൃഷ്ടിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ശാശ്വതമായ ബൗദ്ധിക മൂലധനത്തെയും അധിക മൂല്യത്തെയും ബോധപൂർവം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. നിർമ്മാണ സേവന മേഖലയിൽ അവർ നികത്തുന്ന ഘടനാപരമായ ശൂന്യതയില്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക ചലനാത്മക പൂർണ്ണമായും സ്തംഭിച്ചു പോകുമെന്നാണ് യാഥാർത്ഥ്യം. നവലിബറൽ നയങ്ങൾ മൂലം ഗ്രാമീണ ഇന്ത്യയിലുണ്ടായ കാർഷിക സാമ്പത്തിക തകർച്ചയുടെ ഫലമുണ്ടായ നിർബന്ധിത കുടിയേറ്റത്തെ ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ ഉൾക്കൊള്ളാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിദ്വേഷത്തിലോ പ്രാദേശികവാദത്തിലോ അധിഷ്ഠിതമായ വലതുപക്ഷ സാമ്പത്തിക യുക്തികൾക്ക് കീഴടങ്ങുകയല്ല കേരളം ചെയ്യേണ്ടത്. മറിച്ച് തൊഴിലാളികളുടെ സാമ്പത്തിക ഏകീകരണവും യൂണിവേഴ്സൽ സോഷ്യൽ സെക്യൂരിറ്റിയും ഉറപ്പാക്കിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അതിരുകളില്ലാത്ത തൊഴിലാളി വർഗ ഐക്യം ഉയർത്തിപ്പിടിക്കുന്ന അത്തരം ബദൽ നയങ്ങളിലൂടെ മാത്രമേ നവലിബറൽ പ്രതിസന്ധികൾക്കിടയിലും കേരള മാതൃകക്ക് കൂടുതൽ അർത്ഥവത്തായ ഇൻക്ലൂസീവ് ഗ്രോത്ത് സാധ്യമാക്കാൻ കഴിയൂ.